നമസ്കാരം. മേഘാലയയിലെ ഹണിമൂൺ ആഘോഷത്തിനിടെ നവദമ്പതികളെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ്. ദമ്പതികളെ കാണാതാകുന്നതിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ. ഇതോടെ ദുരൂഹതയുടെ ആക്കം കൂട്ടുന്നു. രജിസ്ട്രി ബുക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഭർത്താവുമായി സംസാരിച്ചു നിൽക്കുന്ന സോനയുടെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പിന്നാലെ ഹോം സ്റ്റേയിൽ ചെക്ക് ഇൻ ചെയ്ത് കൂളായി നടന്നു പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് വ്യക്തമാക്കി. അതിനിടെ 8 ദിവസത്തെ ശക്തമായ മഴയിലും പ്രതികൂല കാലാവസ്ഥയെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ തിരച്ചിലിൽ മഴയിൽ കുതിർത്ത നവവധുവിന്റെ ഷർട്ടും ഭർത്താവിന്റെ അഴുകിയ മൃതദേഹവും കണ്ടെത്തിയിരുന്നു. മേഘാലയയിൽ ഹണിമൂൺ ആഘോഷത്തിനിടെ കാണാതായ നവവരന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പാറക്കെട്ടിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു യുവതിയുടെ ഷർട്ട് കിടന്നിരുന്നത്. യുവാവിന്റെ അഴുകിയ മൃതദേഹത്തിലെ കയ്യിൽ സ്മാർട്ട് വാച്ച് കെട്ടിയ നിലയിൽ തന്നെയാണ് കണ്ടെത്തിയത്. സൊഹറ മലനിരകൾക്ക് സമീപത്തെ റിയാദ് അർലിഗയിലെ പാർക്കിംഗ് ലോഡിന് സമീപത്തെ പാറക്കെട്ടുകൾക്ക് പരിസരത്ത് നിന്നാണ് ഇൻഡോർ സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ട്രാൻസ്പോർട്ട് ബിസിനസ് ഉടമയായ 28-കാരൻ രാജ രഘുവംശി മാസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഹണിമൂൺ ആഘോഷത്തിന് മേഘാലയ തിരഞ്ഞെടുത്തത്. മാസങ്ങളുടെ സമ്പാദ്യം മുഴുവനാണ് ഹണിമൂൺ ആഘോഷത്തിനായി ദമ്പതികൾ നീക്കിവെച്ചത്. ചെയ്യുന്ന എന്ത് കാര്യവും ഏറെ ആലോചിച്ച ശേഷം മാത്രം ചെയ്യുന്ന വ്യക്തിയായിരുന്നു രാജ രഘുവംശി എന്നാണ് കുടുംബവും സുഹൃത്തുക്കളും വിശദമാക്കുന്നത്. എന്നാൽ ഇപ്പോൾ സ്വന്തം ഗ്രാമത്തിന് പുറത്ത് പോയിട്ടില്ലാത്ത 24-കാരി സോണത്തിനായുള്ള തെരച്ചിലുകൾ മേഘാലയയിൽ പുരോഗമിക്കുകയാണ്. മെയ് 23-നാണ് നവദമ്പതികൾ മേഘാലയയിലെത്തിയത്. സോണത്തിനായുള്ള തെരച്ചിലിൽ രാജ രഘുവംശിയുടെ സഹോദരൻ വിപിനും സോണത്തിന്റെ സഹോദരൻ ഗോവിന്ദും പോലീസിനൊപ്പം ചേർന്നിട്ടുണ്ട്. കനത്ത മഴയാണ് നിർണായക മണിക്കൂറിലെ തെരച്ചിലിന് തിരിച്ചടി ഏൽപ്പിച്ചതെന്നാണ് ഇവർ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വാടകയ്ക്കെടുത്ത സ്കൂട്ടറിലെ GPS ട്രാക്കറാണ് തെരച്ചിലിൽ സംഘത്തെ ബേട്ടോളക് മേഖലയിലേക്ക് എത്തിച്ചത്. എന്നാൽ ഈ സ്കൂട്ടർ ഉപേക്ഷിക്കപ്പെട്ട മേഖലയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയാണ് രാജ രഘുവംശിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വലത് കൈയിലെ ടാറ്റുവാണ് രാജയുടെ മൃതദേഹം തിരിച്ചറിയാൻ ബന്ധുക്കളെ സഹായിച്ചത്. ദമ്പതികളുടെ ചിത്രങ്ങളും സോണത്തിന്റെ വെള്ള ഷർട്ടും നെഞ്ചിരിച്ചലിന് ഉപയോഗിച്ചിരുന്ന പെട്ര 40 ഗുളികകളും വിവോ മൊബൈൽ ഫോണിന്റെ LCD സ്ക്രീനും രാജയുടെ സ്മാർട്ട് വാച്ചുമാണ് മൃതദേഹ പരിസരത്ത് നിന്നും പോലീസ് കണ്ടെത്തിയത്. പ്രാദേശികമായി മരം വെട്ടാൻ ഉപയോഗിക്കുന്ന ഡാവോ എന്ന പേരിൽ അറിയപ്പെടുന്ന വാള് കൊണ്ടുള്ള വെട്ടേറ്റും മർദ്ദനമേറ്റുമാണ് 28-കാരൻ കൊല്ലപ്പെട്ടിട്ടുള്ളത്. യുവാവിന്റെ പേഴ്സ്, സ്വർണമാല, വജ്രമോതിരവും കൈച്ചെയിനും കാണാതായിട്ടുണ്ട്. സോണത്തിനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നൊഹറ റിമ്മിലെ സോര മലനിരകൾക്ക് സമീപത്തായി ദമ്പതികൾ വാടകയ്ക്കെടുത്ത സ്കൂട്ടർ കണ്ടെത്തിയിട്ടുണ്ട്. അപകടകരമായ ചെകുത്തായ ഗർത്തങ്ങളും ഘോരവനങ്ങളുമുള്ള പ്രദേശമായതിനാൽ തിരച്ചിൽ വളരെ ദുഷ്കരമായിരുന്നു.